കള്ളാർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. 9ാം നാട്ടിന്റെ അധിപനായി നിൽക്കുന്ന കള്ളാറപ്പന്റെ മുന്നിലാണ് ഞാനുള്ളത്. മുറ്റമെല്ലാം ചാണകം മെഴുകി പഴമ അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരമ്പലം. ഈ അമ്മമാരുടെ കൃഷ്ണസ്തുതികൾ കേൾക്കുമ്പോൾ തന്നെ അമ്പലത്തിന് വല്ലാത്തൊരു എനർജിയാണ്. ഇനി ഈ ചുമർ ചിത്രങ്ങളെ കുറിച്ച് പറയാം. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്ന ചിത്രങ്ങളാണിത്. ശ്രീകൃഷ്ണന്റെ പല കഥകളും ഈ ഒരു ചിത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. പലതരത്തിലുള്ള പുതുക്കിപ്പണികൾ നടന്നിട്ടുണ്ട് എങ്കിലും ഈ പഴമയൊന്നും ഇവരാരും നശിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഈ വിളക്കുകളെല്ലാം തെളിഞ്ഞാൽ അമ്പലത്തിന് വല്ലാത്തൊരു ഐശ്വര്യമാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഗുരുവായൂർ അമ്പലത്തിനോട് സാദൃശ്യം തോന്നുന്ന മേൽക്കൂരകൾ, പിന്നെ ശാസ്താവും ബ്രഹ്മരക്ഷസും നാഗചൈതന്യവും ഈ അമ്പലത്തിൻ്റെ പ്രധാന മുതൽക്കൂട്ടാണ്. അമ്പലത്തിന് ചുറ്റും നടന്നു നോക്കിയാൽ നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരു രവിവർമ്മ ചിത്രത്തിലേതെന്നു പോലെയുള്ള മനോഹരമായ കാഴ്ചകൾ. ഇനി ഞാൻ നടന്നു പോകുന്നത് അമ്പലത്തിൻ്റെ പിറകുവശത്തേക്കാണ്. ഒരു ഗോപുരം, എത്ര മനോഹരമായിട്ടാണ് ഇതവർ പണിതിട്ടുള്ളത്. ഇത് ഓരോ കാഴ്ച സമിതിക്കാർ ഈ അമ്പലത്തിന് സ്പോൺസർ ചെയ്യുന്നതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പിറകുവശത്തുള്ള ആൽമരവും കൽവിളക്കും വളരെ മനോഹരമാണ്. അമ്പലത്തിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അമ്പലത്തിൻ്റെ നേർ മുമ്പിലുള്ള കാഴ്ച പറയാം. നമ്മളെല്ലാവരുടെയും കണ്ണ് കോരി തരിപ്പിക്കും വിധത്തിലുള്ള ഒരു മനോഹരമായ കുളമുണ്ട് ഇവിടെ. എപ്പോൾ ഞാൻ ഈ അമ്പലത്തിലേക്ക് വന്നാലും ഈ കുളം എൻ്റെ മാസ്റ്റർ പീസാണ്. ഇവിടെ വന്ന് കാല് കഴുകി ഇവിടുത്തെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇനി നമ്മളിവിടെ വന്ന കാര്യം എന്താണെന്ന് പറയാം. നമ്മളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്ന ദിവസം നമ്മളുടെ ആമിമോക്ക് ചോറൂണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നട തുറന്ന് പൂജ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. പൂജയ്ക്ക് ശേഷം ചോറൂണ് കർമ്മങ്ങൾ ആരംഭിച്ചു. ആമിമോളുടെ തൊട്ടടുത്ത് തന്നെ എന്നും പീഹുവിനിരിക്കണം. ഏട്ടൻ്റെ മടിയിലിരുന്നുകൊണ്ട് ആമിമോൾ വളരെ ക്യൂരിയോസിറ്റിയിൽ ഇതൊക്കെ നോക്കുക കേട്ടോ. എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ആമിക്കറിയില്ല. ഫൈനലി അവളുടെ ചെവിയിൽ പേര് വിളിച്ചു, ഐറ രജിൻ. പേരിഷ്ടമായത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ചോറും പാൽപ്പായസവും കട്ടിപ്പായസവും നെയ്യും ഉപ്പും എല്ലാം ആമിമോളുടെ നാവിൽ വെച്ച് കൊടുത്തു. പലതരം രുചികൾ നുണഞ്ഞ അവളാകെ കൺഫ്യൂസ്ഡാണ്. ഇതൊക്കെ എന്ത് രുചിയാണ്? അങ്ങനെ എല്ലാവരും അവളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഫൈനലി അവളുടെ മേമുമായ ഞാനും. ചോറൂണ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദക്ഷിണ കൊടുക്കലാണ്. പൂജാരിയുടെ കയ്യിൽ ദക്ഷിണ കൊടുത്ത് സർവ്വ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഐറ ബേബിയുടെ ചോറൂണ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷൻ ആട്ടോ. ഏട്ടത്തെയും ഏട്ടനും കുഞ്ഞാവിയും കൂടെ മൊത്തം ചോറ് കഴിക്കുന്ന ലക്ഷണമാണ്. അങ്ങനെ ഐറമോള് ഭയങ്കര ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി. ഇനിയുള്ളത് നമ്മുടെ ചോറൂണാട്ടോ. കൂടെയുള്ള എല്ലാവർക്കും സദ്യക്ക് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു, വളരെ ഹാപ്പിയായി. പീഹുവിനെ വെള്ളത്തിലിറക്കി കയറാൻ വലിയ പാടാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.